Hi, hello all. Today's class is based on Hans Christian Andersen's story, The Nightingale. ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സൺ എന്ന് പറഞ്ഞൊരു റിനൗണ്ട് ആയിട്ടുള്ള ഒരു ഡാനിഷ് സ്റ്റോറി ടെല്ലറാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ടി വിയിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ പണ്ട് വായിച്ചിട്ടുള്ള ഫെയറി ടെയിൽസിൻ്റെ ക്രിയേറ്ററാണ് ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സൺ. സോ കുറച്ച് മാജിക്കലായിട്ടുള്ള സ്റ്റോറീസ് ലൈക്ക് അഗ്ലി ഡക്ലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ദ ലിറ്റിൽ മെർമെയ്ഡ്, തമ്പലീന, ഇതൊക്കെയാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത സ്റ്റോറീസ് എന്ന് പറഞ്ഞത്. അതായത് സിൻഡ്രല്ല പോലത്തുള്ള ഏകദേശം ആ ഒരു ഫാൻറ്റസി ടച്ചും മാജിക്കൽ ടച്ചൊക്കെ വരുന്ന കുറച്ച് ഫെയറി ടെയിൽസ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ വർക്ക്സ് എന്ന് പറയുന്നത് ഫെയറി ടെയിൽസ് ആയതുകൊണ്ട് തന്നെ ഹൺഡ്രഡ്സ് ഓഫ് ലാംഗ്വേജസിലോട്ട് ട്രാൻസ്ലേറ്റഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ബോത്ത് ചിൽഡ്രനും അതുപോലെ തന്നെ അഡൾട്ട്സിനും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫെയറി ടെയിൽസ് ആണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പം എന്തൊക്കെ ക്വാളിറ്റീസാണ് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിലുള്ളത്? അതായത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറീസാണ്, ഗുഡ്നെസ് ഉണ്ട്, ഒരു ക്യാരക്ടറിൻ്റെ ഗുഡ്നെസ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട്, പിന്നെ അതുപോലെ തന്നെ പോസിറ്റീവ് കാര്യങ്ങൾ, സാഡ്നെസ് ഉണ്ട്, ഗിൽറ്റ് ഉണ്ട്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഒരു മോഡേൺ വേൾഡിലാണ് ജീവിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള റിയാലിറ്റീസും അതിൻ്റെ ഹാർഷ് റിയാലിറ്റിയൊക്കെ ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ലൈഫിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതുപോലെയുള്ള ഫെയറി ടെയിൽസ് അല്ലെങ്കിൽ മാജിക്കൽ ടെയിൽസ് ഒക്കെ വായിക്കുന്നത് തന്നെ നല്ല രീതിയിലുള്ളൊരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഒരു ടെയിലാണ് ദ നൈറ്റിംഗേൾ എന്നുള്ള ഈ ഒരു സ്റ്റോറിയും. ദ നൈറ്റിംഗേൾ എന്ന് പറയുന്നത് ഒരു ഹാർട്ട് ടച്ചിങ് ആൻഡ് വളരെ ബ്യൂട്ടിഫുൾ ടെയിൽ ഓഫ് എ നൈറ്റിംഗേൾ ആണ്. ഓക്കെ, നൈറ്റിംഗേളിൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്റ്റോറി എഴുതാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സണ് ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നു. ഒരു ഒപ്പേറ സിംഗറിൻ്റെ അടുത്തായിരുന്നു അയാൾക്ക് ഇഷ്ടം. ജെനി എന്നായിരുന്നു അവരുടെ പേര്. അവരെ വിളിക്കുന്നത് ദ സ്വീഡിഷ് നൈറ്റിംഗേൾ എന്നായിരുന്നു. ഒപ്പേറ സിംഗർ എന്ന് പറയുമ്പോൾ അറിയാം, ഈ പാട്ട് ഇങ്ങനെ നല്ല രീതിയിൽ പാടുന്ന ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ അവരെ വിളിക്കുന്ന പേര് സ്വീഡിഷ് നൈറ്റിംഗേൾ എന്നായിരുന്നു എല്ലാവരും. അപ്പോൾ ആ ഒരു ലവ് അഫെയറിൽ നിന്നുണ്ടായ എന്തോ ഒരു പെയിനിൽ നിന്നാണ് ഈ ഒരു സ്റ്റോറി അദ്ദേഹം എഴുതിയത്. ഓക്കെ, അപ്പോൾ എംപറർ ഓഫ് ചൈനയുടെ പാലസിനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ടെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പാലസ് കഴിഞ്ഞ് ആ പാലസ് നിൽക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ ഗാർഡനിലാണ്. ആ ഗാർഡൻ്റെ ബ്യൂട്ടിയൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഗാർഡനിൽ ഇരുന്നു കൊണ്ട് ഒരു നൈറ്റിംഗേൾ പാടുകയാണ്. അവസാനം പാലസും ഗാർഡനും എല്ലാവരുടെയും ഫോക്കസ് ഓഫ് അറ്റൻഷൻ വിട്ടിട്ട് എല്ലാവരും പിന്നീട് നൈറ്റിംഗേളിലോട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അത് പിന്നീട് എന്താണ് ഉണ്ടാകുന്നതെന്നാണ് ഈ ഒരു സ്റ്റോറിക്കകത്ത് പറയുന്നത്. അപ്പം നമ്മുടെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് എംപറർ ഓഫ് ചൈനയാണ്. അദ്ദേഹം ഒരു നല്ല ബ്യൂട്ടിഫുൾ പാലസിലാണ് ജീവിക്കുന്നത്. വളരെ പ്യുവറസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഒരു പാലസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഒന്നിലും നമുക്ക് വെറുതെ ഒന്ന് പോയി ടച്ച് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് ഡെലിക്കേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇദ്ദേഹത്തിനൊരു ഗാർഡൻ ഉണ്ട് പാലസ് നിൽക്കുന്നത്. ഗാർഡൻ എന്ന് പറയുന്നത് വളരെയധികം ലവ്ലി ഫ്ലവേഴ്സ് ഉള്ള ഗാർഡനാണ്. അതിൽ ലവ്ലി ഫ്ലവേഴ്സിലെല്ലാം കുഞ്ഞു കുഞ്ഞു സിൽവർ ബെൽസ് ടൈ ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തതാണ്. ആൻഡ് വളരെ ലാർജ് ഗാർഡനാണ്. ഓക്കെ, വളരെ ബിഗ് ആയിട്ടുള്ള ഗാർഡനാണ്. ഈവൻ ഗാർഡനറിന് പോലും അറിയില്ല എന്തുമാത്രം ഉണ്ടെന്ന് ഈ ഒരു ഗാർഡൻ്റെ വലിപ്പം. ഓക്കെ, നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അവസാനം എത്തുന്നത് ഒരു ഗ്രീൻ ഫോറസ്റ്റിലായിരിക്കും. അവിടെ വളരെ ടോളായിട്ടുള്ള ട്രീസാണ് ഉള്ളത്. അപ്പോൾ ഫോറസ്റ്റിൻ്റെ അറ്റം എന്ന് പറയുന്നത്, അതായത് ഈ ഫോറസ്റ്റിൻ്റെ അറ്റം എന്ന് പറയുന്നത് ഒരു ഡീപ്പ് ബ്ലൂ സീയിലാണ് എൻഡ് ചെയ്യുന്നത്. അവിടെ വലിയ വലിയ ഷിപ്പുകളൊക്കെ വരും. ഷിപ്പിൻ്റെ ഷാഡോസൊക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വലിയ ട്രീസ് ഉണ്ട്. ആ ട്രീസിലാണ് ഇതുപോലൊരു നൈറ്റിംഗേൾ പാടിയിരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു പാടിയിരുന്നത്. അതിലേക്കൂടെ പോകുന്ന ഫിഷർമെൻ എല്ലാം ഈ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു. എന്നിട്ട് അവരെല്ലാം ഇങ്ങനെ പറയും, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അല്ലെങ്കിൽ വളരെ സ്വീറ്റ് ആയിട്ട് പാടുന്ന നൈറ്റിംഗേളിനെ അവരെല്ലാവരും ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ഈ പാലസ് കാണാനും ഗാർഡൻ അഡ്മയർ ചെയ്യാനും ട്രാവലേഴ്സ് എല്ലാ സ്ഥലത്തു നിന്നും വരുമായിരുന്നു. ഓക്കെ, അവരതിനെക്കുറിച്ച് പോംസും ബുക്സും ഒക്കെ എഴുതിയിരുന്നു. ആൻഡ് അത് മാത്രമല്ല, ഒരു നൈറ്റിംഗേളിനെ കുറിച്ചും അതായത് ഈ പാലസും ഗാർഡനും വിസിറ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അവർ ഈ നൈറ്റിംഗേളിൻ്റെ പാട്ട് കേൾക്കും. അപ്പോൾ ഈ നൈറ്റിംഗേളിനെ കുറിച്ചും അങ്ങനെ ബുക്കുകളൊക്കെ വരാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ ഒരു ദിവസം ജപ്പാനിലെ എംപററിൽ നിന്ന് ഒരു ഗിഫ്റ്റ് വന്നു നമ്മുടെ ചൈനീസ് എംപററിന്. അപ്പോൾ ആ ബുക്ക്, അതായത് പാലസിനെ കുറിച്ചും ഗാർഡനെ കുറിച്ചുള്ളൊരു ബുക്കാണ്. അങ്ങനെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എംപറർ ഇതൊക്കെ ഇങ്ങനെ വളരെ ഇമ്പ്രസീവായിട്ടൊക്കെ എഴുതിയിരിക്കുകയാണ് പാലസിനെ കുറിച്ച്. അങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിനകത്തൊരു വരി കണ്ടു, നൈറ്റിംഗേളാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞേക്കുന്നു. പാലസും ഗാർഡനിലും ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ നൈറ്റിംഗേളിൻ്റെ സോങ്ങും നൈറ്റിംഗേളും ആണെന്ന്. അപ്പോൾ നമ്മൾ എംപറർ ആദ്യമായിട്ട് കേൾക്കുവാണെങ്കിൽ ഇങ്ങനെ നൈറ്റിംഗേൾ ഉണ്ടെന്നും നൈറ്റിംഗേൾ ഗാർഡനകത്തുണ്ടെന്നും. അങ്ങനെ എംപറർ പറയുവാണ്, അയ്യോ അതെങ്ങനെ, ഞാൻ അറിഞ്ഞില്ലല്ലോ ഇങ്ങനെ നൈറ്റിംഗേൾ ഉള്ള കാര്യമൊക്കെ. ഓക്കെ, ഒരു കാര്യം ചെയ്യ്, ഈ ബേർഡിനെ കണ്ടുപിടിച്ച് എനിക്ക് വേണ്ടി ഒന്ന് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നെന്ന് പാടിപ്പിക്കാൻ പറയുന്നു. അപ്പോൾ ഈ എംപററിൻ്റെ ലോർഡ് ഇൻ വെയിറ്റിംഗ് അയാൾ പറയുവാണ്, അതായത് പിന്നെ ഒരു അസിസ്റ്റൻ്റ് പോലെ ഒരാൾ അയാൾ പറയുവാണ്,
അയാൾ എന്ത് ചെയ്തു, ഈ മിസ്റ്റീരിയസ് ആയിട്ടുള്ള നൈറ്റിംഗേളിനെ പോയി തപ്പി. അവിടെ എല്ലാം പോയി തപ്പിയിട്ട് ഹോൾസിലും പാസേജിലൊക്കെയാണ് ഇയാൾ പോയി തപ്പുന്നത്, സ്റ്റെയേഴ്സിലൊക്കെ പോയി തപ്പുന്നു. പാലസിനകത്തൊക്കെ തപ്പിയിട്ട് അവിടെങ്ങും ആർക്കും അറിയത്തില്ല. അപ്പോൾ ഒരു ലിറ്റിൽ കിച്ചൺ മെയ്ഡ് വന്നിട്ട് പറഞ്ഞു, എനിക്കറിയാം ഈ നൈറ്റിംഗേളിനെ, ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം വീട്ടിൽ പോകുമ്പോൾ സീ ഷോറിൻ്റെ അടുത്തോട്ട്, അതായത് അവരുടെ വീട് അവിടെയാണ്, അവളുടെ അമ്മ വയ്യാതെ കിടക്കുവാണ്. അപ്പോൾ അമ്മയെ കാണാൻ വേണ്ടി എപ്പോഴും വീട്ടിൽ പോകുമ്പോൾ വൈകുന്നേരം പോകുമ്പോൾ തിരിച്ച് ഞാൻ ഇങ്ങോട്ട് പാലസിൽ നിന്ന് വരുന്ന വഴിക്ക് ഞാൻ ഇതുപോലെ നൈറ്റിംഗേളിൻ്റെ സോങ് കേൾക്കാറുണ്ട്. എനിക്കത് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണ് ഇങ്ങനെ നിറയാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ഇത് പാടുന്നത്. അങ്ങനെ എല്ലാ പാലസ് സെർവൻസും എന്ത് ചെയ്തു, കിച്ചൺ മെയ്ഡിൻ്റെ കൂടെ ഈ ഒരു ഗാർഡനിലോട്ട് പോയി. അപ്പോൾ ഒരു യങ് കോർട്ടിയർ പറയുവാണ്, യു ഡോണ്ട് നൈറ്റിംഗേളെന്ന്. അപ്പോൾ അത് പറയാം, അയ്യോ അതൊരു കൗവാണ്, അതൊരു നൈറ്റിംഗേൾ അല്ല. അതായത് ഈ നൈറ്റിംഗേൾ എന്താണെന്ന് പോലും അവിടെയുള്ള ആളുകൾക്ക് ആർക്കും അറിയത്തില്ല. ഓക്കെ, അങ്ങനെ നടന്ന് പോയപ്പോൾ ഉണ്ട് ഒരു കുഞ്ഞൊരു ഗേൾ വന്നിട്ട് പറഞ്ഞു, അവിടെ തന്നെ വർക്ക് ചെയ്യുന്നൊരു ഗേൾ വന്നിട്ട് പറഞ്ഞു, എനിക്കറിയാം നൈറ്റിംഗേളിനെ എന്ന് പറഞ്ഞു. അങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ നോക്കിയപ്പോൾ എന്താണ്, ഒരു മെയ്ഡ് ആ കുട്ടി പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ എന്താണ്, ആ ഒരു ട്രീയുടെ പുറത്ത് ഈ നൈറ്റിംഗേൾ, ഒരു ഗ്രേ കളർ ലിറ്റിൽ ബേർഡ് അവിടെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും എല്ലാവരും ലോഡൊക്കെ പറഞ്ഞു, അതായത് നമ്മുടെ അസിസ്റ്റന്റ്, രാജാവിൻ്റെ മന്ത്രി എന്ന് പറയാൻ പറ്റത്തില്ലടാ, ലോഡ് ഇൻ വെയിറ്റിംഗ് എന്നാണ് പറയുന്നതിനകത്ത്. അദ്ദേഹം പറയുന്നത് വളരെ എക്സ്ക്യൂസിറ്റ് ആയിട്ടുള്ള സൗണ്ടാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൗണ്ടാണ്. പക്ഷേ എന്നിട്ടും ഇതൊരു സ്മോൾ സിമ്പിൾ ക്രീച്ചർ ആണല്ലോ, എന്നാലും സാരമില്ല, മോസ്റ്റ് എക്സലൻ്റ് ആയിട്ടുള്ള നൈറ്റിംഗേളാണ്. അപ്പം നൈറ്റിംഗേളിൻ്റെ അടുത്ത് ഇവർ പറയുവാണ്, ഞങ്ങളുടെ എംപററിനെ നിന്നെ ഒന്ന് കാണണം, ഈ പാലസിലോട്ട് വരാമോ എന്ന് ചോദിച്ചു. അപ്പം നൈറ്റിംഗേൾ പറയുവാണ്, എൻ്റെ സൗണ്ട് വളരെ ബെസ്റ്റായിട്ട് തോന്നുന്നത് ഈ ഗ്രീൻ ഫോറസ്റ്റിലാണ്, എന്നാലും സാരമില്ല, നിങ്ങൾ വിളിച്ചതല്ലേ, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ ഈ നൈറ്റിംഗേളിന് വേണ്ടി ഭയങ്കര സ്പെഷ്യലി ഡെക്കറേറ്റഡ് ആയിട്ടുള്ള സെറമണിയൊക്കെ ക്രിയേറ്റ് ചെയ്തു. വാൾസും ഫ്ലോർസും എല്ലാം ഇങ്ങനെ ഗ്ലിറ്ററിങ് ലൈറ്റിലൊക്കെ ഇട്ടു. 1000 കളർ ലാംപ്സൊക്കെ ഇങ്ങനെ 1000 ലാംപ്സൊക്കെ അവിടെ ഇങ്ങനെ ഒരുക്കി വെച്ചു. ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സൊക്കെ വെച്ചു. കൊറിഡോഴ്സിൽ ലിറ്റിൽ ബെൽസൊക്കെ തൂക്കിയിട്ടു. അങ്ങനെ ആ ഒരു ഗ്രേറ്റ് ഹാളിൻ്റെ സെൻറ്ററിൽ നൈറ്റിംഗേളിന് ഇരിക്കാൻ വേണ്ടി ഒരു ഗോൾഡൻ നെസ്റ്റ് തന്നെ ആരുണ്ടാക്കി, നമ്മുടെ എംപറർ ഉണ്ടാക്കി. ഹോൾ കോർട്ടിലുള്ള എല്ലാ ആളുകളും പ്രസൻ്റ് ആയിരുന്നു. പാലസിലുള്ള എല്ലാ ആളുകളും അവിടെ ഉണ്ടായിരുന്നു. കിച്ചൺ മെയ്ഡ് സഹിതം എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഉണ്ട് നൈറ്റിംഗേൾ വന്നു. നൈറ്റിംഗേളിനെ കണ്ടതുമല്ല ഇയാൾ കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ ഒരു കുഞ്ഞ് ഗോൾഡൻ സ്ലിപ്പർ നീ ഒന്ന് കഴുത്തിലിടാവോ എന്നിങ്ങനെ എംപറർ ചോദിച്ചു. അപ്പം അതായത് എംപററിൻ്റെ ഒരു നന്ദി സൂചകമായിട്ട് കുഞ്ഞ് ഗോൾഡൻ സ്ലിപ്പേഴ്സ്. അങ്ങനെ എംപററിനെ കണ്ണുനീര് കണ്ടപ്പോഴത്തേക്ക് നൈറ്റിംഗേളിന് വളരെയധികം എന്താ പറയുക, വളരെ ഹാപ്പിനെസ് തോന്നി. കാരണം അയാളെ ഇതുവരെ കാട്ടിലിരുന്ന് പാടിയതാണ്, പാലസിൽ വിളിച്ചു വരുന്നത് രാജാവിൻ്റെ കണ്ണ് നിറയാന്നൊക്കെ പറയുമ്പോൾ വലിയ കാര്യമാണല്ലോ. സോ നൈറ്റിംഗേൾ പറഞ്ഞു, ഈ കണ്ണുനീരാണ് എനിക്കുള്ള ഏറ്റവും പവർഫുൾ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു, വളരെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഗിഫ്റ്റ്. അങ്ങനെ ലിറ്റിൽ ഗേളിനെ, അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു, നൈറ്റിംഗേളിനെ കൊണ്ട് പാടിച്ചു. നമ്മുടെ രാജാവിനെ നൈറ്റിംഗേളിനെ വിടാൻ വയ്യ തിരിച്ച് കാട്ടിലോട്ട്. അദ്ദേഹം എന്ത് ചെയ്തു, ഒരു കേജ് ഉണ്ടാക്കി 2 പ്രാവശ്യം അതായത് ഒരു ദിവസം 2 പ്രാവശ്യം ഈ ഒരു ബേർഡിനെ പറക്കാൻ അനുവദിച്ചു റൂമിനകത്ത്. എന്നിട്ട് വീണ്ടും കേജിനകത്താക്കി ലോക്ക് ചെയ്തു. അതിൻ്റെ ഫ്രീഡമാണ് ലോസ് ആയത്. പക്ഷേ ചൈനയിലുള്ള ആളുകൾ ഫുൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഒരു ലാർജ് പാഴ്സൽ കിട്ടി എംപറർ ഓഫ് ജപ്പാനിൽ നിന്ന്. അതിനകത്ത് നൈറ്റിംഗേൾ എന്നായിരുന്നു എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് നൈറ്റിംഗേൾ അല്ലായിരുന്നു അതിനകത്ത്. അതായത് ഒരു വലിയൊരു കാസ്കറ്റിനകത്ത്, വലിയൊരു പെട്ടിക്കകത്തായിരുന്നു ഒരു ഗിഫ്റ്റ് വന്നത്. നോക്കിയപ്പോൾ എന്താ, ഒരു നൈറ്റിംഗേൾ ഇതിനകത്ത്. പക്ഷേ നൈറ്റിംഗേൾ റിയൽ ആയിട്ടുള്ളതല്ലായിരുന്നു, ഒരു മെക്കാനിക്കൽ നൈറ്റിംഗേൾ. വളരെ അതായത് ഈ കീ കൊടുത്തിട്ട് വൈൻഡ് ചെയ്യുമ്പോൾ അതിങ്ങനെ പാടും. ഓക്കെ, വളരെ മാഗ്നിഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു നൈറ്റിംഗേളായിരുന്നു അത്. എൻ്റെ ഒരു മെഷീനായിരുന്നു. ഡയമണ്ട്സിലും റൂബീസിലും സഫയറിലും അതുപോലെ തന്നെ സിൽവറിലും ഗോൾഡിലും ഒക്കെ ആയിരുന്നു ഇത് കവർ ചെയ്തിരുന്നത്. ആൻഡ് അതിൻ്റെ നെക്ക് പീസിൽ ഒരു റിബൺ ഉണ്ടായിരുന്നു. ആ റിബണിനകത്ത് എഴുതിയിരുന്നത് എംപറർ ജപ്പാനിൽ നിന്ന് വന്ന നൈറ്റിംഗേളാണെന്ന് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. ഒരു ഗിഫ്റ്റ് ഫ്രം എംപറർ ജപ്പാൻ. ഓക്കെ, അപ്പം ആ ഒരു ബേർഡിനെ വൈൻഡ് ചെയ്യുമ്പോൾ അതിങ്ങനെ കിടന്ന് പാടും. അതും വളരെ എൻചാനിങ് ആയിട്ടുള്ളൊരു സൗണ്ടാണ്. പക്ഷെ അത് എപ്പോഴും ഒരു പാട്ടേ ഉള്ളൂ. അങ്ങനെ റിയൽ നൈറ്റിംഗേളിനെ വിളിച്ചുകൊണ്ട് വരാൻ നമ്മുടെ രാജാവ് വീണ്ടും ഉത്തരവിട്ടു. 2ഉം കൂടെ പാടാൻ നോക്കിയപ്പോൾ എന്താണ്, നമ്മുടെ ഈ മെക്കാനിക്കൽ നൈറ്റിംഗേളിൻ്റെ സോങ് എന്ന് പറയുന്നത് കുറച്ച് മെക്കാനിക്കലാണ്, വളരെ ഹാർഷാണ്, നാച്ചുറൽ ബ്യൂട്ടി ഇല്ല നമ്മുടെ റിയൽ ബേർഡിൻ്റെ സോങ്ങിൻ്റെ അത്രയും. ആൻഡ് അത് മാത്രമല്ല വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്യൂണാണ്. ഒരു 33 തവണ പാടിയ 33 തവണയും ഒരേ ട്യൂണാണ് പാടിയത്. ഓക്കെ, എന്നാലും നമ്മുടെ എംപററിൻ്റെ മ്യൂസിക് മാസ്റ്ററിന്, അതായത് മ്യൂസീഷ്യന് ഇഷ്ടപ്പെട്ടു. വളരെ പെർഫെക്റ്റ് ആണെന്ന് അയാൾ പറഞ്ഞു. ഓക്കെ, എന്നാൽ പിന്നെ കാര്യം ചെയ്ത് അതിനെ അവിടെ വെക്കാൻ പറഞ്ഞു. ഈ എല്ലാവരും ഈ നൈറ്റിംഗേളുടെ പുറകെ പോയപ്പം മറ്റേ നൈറ്റിംഗേൾ എന്ത് ചെയ്തു, ഈ തക്കത്തിന് നോക്കി രക്ഷപ്പെട്ട് കളഞ്ഞു. കാരണം അത് നോക്കിയപ്പം അതിനെ റീപ്ലേസ് ചെയ്യാൻ വേറൊരു മെക്കാനിക്കൽ നൈറ്റിംഗേൾ വന്നു. ഇനിയിപ്പോൾ അതിൻ്റെ കാര്യം ഇല്ലല്ലോ, എല്ലാവരും മറ്റേതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു, മെക്കാനിക്കൽ നൈറ്റിംഗേളിനെ. അപ്പോൾ ഇയാൾക്ക് ദേഷ്യം വന്ന എംപറർ പറഞ്ഞു, മറ്റേ റിയൽ നൈറ്റിംഗേളിനെ ഞാൻ ബാനിഷ് ചെയ്തിരിക്കുകയാണ്, ഇനി ഒരിക്കലും എൻ്റെ എംപയറിലോട്ട് തിരികെ വരരുതെന്ന് പറഞ്ഞു. ഓക്കെ,
അങ്ങനെ എല്ലാ ദിവസവും ഈ നൈറ്റിംഗേളിനെ കൊണ്ട് പാടിപ്പിക്കാൻ തുടങ്ങി, മെക്കാനിക്കൽ നൈറ്റിംഗേളിനെ കുറിച്ച്. അങ്ങനെ ഒരു പ്രാവശ്യം പാടിപ്പിച്ചപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട് വളരെയധികം ഹാർഷായി ആ ഒരു പാട്ടങ്ങ് നിലച്ചു. അപ്പം നോക്കിയപ്പം ഈ ക്ലോക്കൊക്കെ റിപ്പയർ ചെയ്യുന്ന ആളെ കൊണ്ട് നോക്കിപ്പിച്ചപ്പോൾ അത് മനസ്സിലായി അതിനെക്കൊണ്ട് ഇങ്ങനെ പാടിപ്പിച്ച് അതൊരു വല്ലാത്ത അവസ്ഥയിൽ ആയിപ്പോയി. ഓക്കെ, അങ്ങനെ ആ ഒരു സമയത്ത് അവസാനം കൊണ്ട് ഈ നൈറ്റിംഗേളിൻ്റെ അതെല്ലാം എല്ലാവരും അറിഞ്ഞു. റിയൽ നൈറ്റിംഗേളല്ല പാടുന്നത്, മെക്കാനിക്കൽ നൈറ്റിംഗേളാണെന്നും അത് ചീത്തയായെന്നും ഒക്കെ എല്ലാവരും അറിഞ്ഞപ്പോഴത്തേക്കും ആകെ മൊത്തം നാണക്കേടായി എംപററിന്. അങ്ങനെ എംപററിന് 5 വർഷം കഴിഞ്ഞു. അങ്ങനെ 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഒരു അസുഖം എംപററിനെ പിടിപെട്ടു. അങ്ങനെ അദ്ദേഹം മരിക്കാറായി കിടക്കുകയാണ് ബെഡിൽ. അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എനിക്ക് മ്യൂസിക് കേൾക്കണം, വേഗം പാടത് മറ്റേ മെക്കാനിക്കൽ നൈറ്റിംഗേളിൻ്റെ അടുത്ത് പറഞ്ഞു. അത് വർക്ക് ചെയ്തില്ല, അത് സൈലൻ്റായിട്ട് അങ്ങ് നിന്നു. ഓക്കെ, ആ സമയത്ത് നമ്മുടെ റിയൽ നൈറ്റിംഗേൾ വന്നിട്ട് പാടിത്ത് കൊടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ എംപററിൻ്റെ എല്ലാ അസുഖവും മാറി, അദ്ദേഹം എഴുന്നേറ്റു. എന്നിട്ട് ഇദ്ദേഹം താങ്ക്സ് ഒക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ എംപയറിൽ നിന്ന് ബാനിഷ് ചെയ്തല്ലേ, പുറത്താക്കിയതല്ലേ, പിന്നെ നീ എന്നിട്ട് വന്നല്ലോ, എന്തോ വേണം നിനക്ക് റിവാർഡ്, അല്ലെങ്കിൽ സമ്മാനമായിട്ട് എന്തോ വേണമെന്ന് ചോദിച്ചപ്പോൾ നൈറ്റിംഗേൾ പറഞ്ഞു, നിങ്ങൾ ഓൾറെഡി എന്നെ റിവാർഡ് ചെയ്തു. കാരണം നിങ്ങൾ ആദ്യം എന്നെ കണ്ടപ്പോൾ നിങ്ങൾ കരയുകയാണ് ചെയ്തത്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് അല്ലെങ്കിൽ പവർഫുൾ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഉറങ്ങി പാട്ട് കേട്ടിട്ട്. കുറച്ച് രാവിലെ ആയപ്പോഴത്തേക്കും എന്താണ്, ആളുകൾ ഇദ്ദേഹത്തിന് ഡെഡ് ബോഡി എടുക്കാൻ വരുവാണ്. നോക്കിയപ്പോൾ എന്താണ് കണ്ടത്, പിന്നെ ഇയാൾ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ എംപറർ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ആളുകളെല്ലാവരും പിന്നെ ഗുഡ് ഹെവൻസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ സർപ്രൈസായിട്ട് നിന്നപ്പോൾ നമ്മുടെ എംപറർ എന്താണ് തിരിച്ച് നൽകിയത്, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് ഒരു ചിരിയും ചിരിച്ചുകൊണ്ട് അങ്ങ് നിന്നു. ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപററിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം നമുക്ക്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മെക്കാനിക്കൽ ബേർഡിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ ചോദിക്കാം. എന്തൊക്കെ വെച്ചിട്ടായിരുന്നു മെക്കാനിക്കൽ ബേർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്. ഈ ചൈനീസ് എംപററിൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എന്ത് പറയാം നമുക്ക്, അയാളൊരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. നാർസിസിസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു ഗോഡ് ലൈക്ക്, അല്ലെങ്കിൽ വളരെ എന്താ പറയുക, ഇച്ചിരി പവർഫുൾ ആയിട്ടുള്ളൊരു റൂളറാണ് ഞാൻ എന്നുള്ളൊരു ഈഗോയിസം ഒക്കെ ഉള്ളൊരു മനുഷ്യനാണ്. ഓക്കെ, ഹാർട്ടിൽ അദ്ദേഹം വളരെ കമ്പാഷനേറ്റ് ആണ്. പിന്നീട് അദ്ദേഹം ഈ കോർട്ടിയേഴ്സിൻ്റെ, അതായത് ഈ കോർട്ടിയേഴ്സ് പറയുന്ന അനുസരിച്ചാണ് ഇദ്ദേഹം ഓരോന്ന് ചെയ്യുന്നത് തന്നെ. ഈ മെക്കാനിക്കൽ ബേർഡിനെ അവിടുത്തെ മ്യൂസീഷ്യൻ പറയുന്ന അനുസരിച്ചാണ് അദ്ദേഹം കീപ്പ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും റിയൽ ബേർഡ് അങ്ങ് പറന്നു പോയല്ലോ. ഈ കോർട്ടിയേഴ്സ് പറയുന്നതിനനുസരിച്ചാണ് ഇദ്ദേഹം ആ ഫ്ലാറ്ററിയിൽ, അതായത് അവർ പുകഴ്ത്തുന്നതിനകത്ത് വീണ് പോകുന്നൊരു മനുഷ്യനാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ മെറ്റീരിയലിസ്റ്റിക് ആസ്പെക്ട്സിനോട് ഇദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടവുമുണ്ട്. അതുകൊണ്ടാണ് റിയൽ നൈറ്റിംഗേളിനെ കളഞ്ഞിട്ട് മെക്കാനിക്കൽ നൈറ്റിംഗേളിനെ ഇദ്ദേഹം വെച്ചത്. ഓക്കെ, പിന്നീട് ലാസ്റ്റ് എന്ത് ചെയ്തു, ഇദ്ദേഹം വയ്യാതെ കിടന്നപ്പോൾ എല്ലാവരും ഇദ്ദേഹത്തിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുകയാണ് ചെയ്തത്. ആ സമയത്താണ് നമ്മുടെ റിയൽ നൈറ്റിംഗേൾ വന്നത്. പിന്നെ നൈറ്റിംഗേളിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുമ്പോൾ അതൊരു ബ്യൂട്ടിയുടെ സിമ്പലാണ്, ഫ്രീഡത്തിൻ്റെ സിമ്പലാണ്, റീബേർത്തിൻ്റെ സിമ്പലാണ്. അതായത് രാജാവിനെ തിരിച്ച് ലൈഫിലോട്ട് കൊണ്ടുവന്നത് ഈ നൈറ്റിംഗേളാണ്. അതിൽ സ്വാതന്ത്ര്യം വേണം എന്നുള്ളത് കൊണ്ടാണ് അത് പുറത്തോട്ട് പോയത്. അത് മറ്റേ നൈറ്റിംഗേൾ വന്നപ്പോൾ ഇത് പൊയ്ക്കളഞ്ഞത്. ഓക്കെ, പിന്നെ ബ്യൂട്ടിയുടെയും കൂടെ സിമ്പലാണ്. അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ വേഴ്സസ് നല്ലോണം പാടാൻ സാധിക്കുന്നു. ഇത് വളരെ നല്ല ബ്യൂട്ടിഫുൾ വോയിസ് ആണ്. പിന്നെന്താണ്, നൈറ്റിംഗേൾ അവളുടെ ഫ്രീഡം കളഞ്ഞിട്ടാണ് എംപറർ പറഞ്ഞ പോലെ കോർട്ടിൽ കൂട്ടിനകത്ത് അടച്ചു നിന്നത് അല്ലേ. പിന്നെ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളെ എല്ലാവരും ഇഗ്നോർ ചെയ്തു, നെഗ്ലക്റ്റ് ചെയ്തു. സീക്രറ്റായിട്ട് ഇവൾ തിരിച്ച് ഗാർഡനിലോട്ട് പോയി. എംപറർ പക്ഷേ വയ്യാതായപ്പോൾ എന്ത് ചെയ്തു, അവൾ തിരിച്ച് വരികയാണ്, റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് റീബേർത്ത് പോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എംപററിന് അതിൻ്റെ ലൈഫ്, അയാളുടെ ലൈഫ് തിരികെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പിന്നെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ആര് നൈറ്റിംഗേളിനെ കണ്ടുപിടിച്ചു, പിന്നെ എംപറർ എങ്ങനെ അറിഞ്ഞു നൈറ്റിംഗേളിനെ കുറിച്ച്, അതൊക്കെ ഞാനിപ്പം സ്റ്റോറിക്കകത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. നൈറ്റിംഗേളിനെ എങ്ങനെയാണ് ഇതിനകത്ത് ഇവർ വെൽക്കം ചെയ്തത് ഫസ്റ്റായിട്ട്. പിന്നെ ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. പിന്നെ റിയൽ നൈറ്റിംഗേളും ക്ലോക്ക് വർക്ക് ബേർഡും തമ്മിലുള്ള, അതായത് മെക്കാനിക്കൽ ബേർഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നൊക്കെ ചോദിക്കുക. റിയൽ നൈറ്റിംഗേൾ എന്ന് പറയുമ്പോൾ അതിന് ബ്യൂട്ടിഫുള്ളായിട്ട് ഒരുപാട് കാര്യങ്ങൾ പാടാൻ സാധിക്കും. ക്ലോക്ക് വർക്ക് എന്ന് പറയുമ്പോൾ ഒരു ട്യൂൺ തന്നെ 33 തവണ പാടാൻ സാധിക്കത്തേ ഉള്ളൂ. മാത്രമല്ല അത് ഇച്ചിരി നാച്ചുറൽ, ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു സൗണ്ടാണ്, വളരെ ഹാർഷായിട്ടുള്ള സൗണ്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റോറിക്കകത്ത് വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.